നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 9/5/2026 ശനിയാഴ്ച രാവിലെ 9 മണിക്കുള്ള റബ്ബർ വില. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി റബ്ബർ വിലകൾ മാത്രമല്ല റബ്ബർ ന്യൂസും റബ്ബർ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. പിന്നെ റബ്ബറിന് വളം ഇടുന്നത് എപ്പോൾ, ടാപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെ, നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എളുപ്പത്തിൽ എങ്ങനെ റെയിൻ ഗാർഡിംഗ് ചെയ്യാം, റബ്ബറിന് കൊടുക്കേണ്ട സംരക്ഷണം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇന്നലെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ് എല്ലാവർക്കും ലഭിച്ചത്. അതിൻ്റെ തലേ ദിവസം നേരം വെളുക്കുന്നത് വരെ മഴയായിരുന്നു. കൊല്ലം ജില്ലക്കാർക്ക് നല്ല മഴകളാണ് ലഭിച്ചത്. നിലമ്പൂർ ഭാഗത്തും നല്ല മഴ ലഭിച്ചു. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ മഴ ലഭിച്ചതായിട്ടാണ് അറിവ്. മഴയുടെ കാര്യം എല്ലാ ദിവസവും ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ ഈ റബ്ബർ കർഷകർക്ക് മഴ പെയ്തെങ്കിൽ മാത്രമേ ഇപ്പോൾ ടാപ്പിംഗ് ആരംഭിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എങ്ങനെയാണ് അവസ്ഥ അതറിയാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്കും അറിയാൻ ആഗ്രഹം കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ മഴയുടെ കാര്യം പറയുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നും കേരളത്തിൽ റബ്ബർ വില കുതിച്ച് കയറിയിരിക്കുകയാണ്. കർണാടകത്തിലും വലിയ വർധനവാണ് ഇന്ന് നടന്നിരിക്കുന്നത്. വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ 300 രൂപയ്ക്ക് അടുത്തെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തെത്തി. വിദേശ വില 300 രൂപ കടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ റബ്ബർ വിലയും 300 രൂപയിൽ എത്തുമെന്നാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലും വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്നാൽ ഓരോ സ്ഥലത്തും വില നോക്കാം. നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 255 രൂപ. RSS 5 1 കിലോയ്ക്ക് 251 രൂപ. ISNR 20 1 കിലോയ്ക്ക് 210 രൂപ. ലാറ്റക്സ് 60% 161 രൂപ 70 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS 4 1 കിലോയ്ക്ക് 255 രൂപ. RSS 5 1 കിലോയ്ക്ക് 251 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 247 രൂപ. ലോട്ട് 1 കിലോയ്ക്ക് 210 രൂപ മുതൽ 215 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 156 രൂപ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 117 രൂപ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS 3 1 കിലോയ്ക്ക് 253 രൂപ. RSS 4 1 കിലോയ്ക്ക് 252 രൂപ 50 പൈസ. 5 246 രൂപ. ലോട്ടിന് 215 രൂപ. ഒട്ടുപാൽ 152 രൂപ വരെ. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS 1 1 കിലോയ്ക്ക് 292 രൂപ. RSS 2 1 കിലോയ്ക്ക് 290 രൂപ 24 പൈസ. RSS 3 1 കിലോയ്ക്ക് 288 രൂപ 62 പൈസ. RSS 4 1 കിലോയ്ക്ക് 287 രൂപ 74 പൈസ. RSS 5 1 കിലോയ്ക്ക് 287 രൂപ 30 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 247 രൂപ. RSS 5 1 കിലോയ്ക്ക് 243 രൂപ. ISS 1 കിലോയ്ക്ക് 203 രൂപ മുതൽ 203 രൂപ 50 പൈസ വരെയും. ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 138 രൂപ മുതൽ 151 രൂപ വരെയും. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 222 രൂപ. ഫാക്ടറി വില 232 രൂപ. വിശദമായിട്ട് നോക്കാം. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 11,100 രൂപ. 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 13,320 രൂപ. 35% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 15,540 രൂപ. 40% DRC ഉള്ളതിന് 17,760 രൂപ. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISNR 20 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ലൂസിൻ്റെ വിലയിൽ 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലോട്ടിന് 2 രൂപ വർദ്ധിച്ചു. ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 1 രൂപ വർദ്ധിച്ചു. 60% DRC ഒട്ടുപാൽ 1 കിലോയ്ക്ക് 75 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISSനും ഒട്ടുപാൽ 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ഇനി ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി കർണാടകയിലെ വില നോക്കിക്കഴിഞ്ഞാൽ RSS 3ക്ക് 4 രൂപ 50 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. RSS 4നും 4.5 രൂപ വർദ്ധിച്ചു. RSS 5നും 3 രൂപ വർദ്ധിച്ചു. ലോട്ടിന് 2 രൂപ വർദ്ധിച്ചു. ഒട്ടുപാലിന് 1 രൂപ വർദ്ധിച്ചു. വിദേശ വിലയും വൻ വർധനമാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 2 രൂപ മാത്രമാണ് കൂടിയത്. കർണാടകയിൽ പോലും 1 കിലോയ്ക്ക് 4 രൂപ വർദ്ധിച്ചപ്പോൾ കേരളത്തിൽ 2 രൂപ മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പം ഈ വർഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 രൂപ കൂടുതലൊന്നും നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ 5 രൂപയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വില കൂടുമ്പോൾ ഒരു വലിയ വർധനവ് വരുന്നില്ല. വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ISSൻ്റെ വില 203 രൂപയുള്ളൂ.
പക്ഷേ 4 ഷീറ്റിന് 247 രൂപയുണ്ട്. അപ്പോൾ അത്രയേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും 4 ഷീറ്റായിട്ട് തന്നെ കൊടുക്കണം. ഇപ്പോൾ 4 ഷീറ്റ് ആക്കാൻ വളരെ എളുപ്പമാണ്. വേനൽക്കാലമായതുകൊണ്ട് പെട്ടെന്ന് 4 ഷീറ്റ് ആവുന്നതാണ്. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അപ്പോൾ റെയിൻ ഗാർഡിങ് ചെയ്യുന്നതിനും ഈ വർഷവും വർധനവ് വരാൻ സാധ്യതയുണ്ടെന്ന്. കഴിഞ്ഞ വർഷം വന്നു, എല്ലാ വർഷവും വരുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചു, നിങ്ങളാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല. അപ്പോൾ പൊതുവായിട്ടൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. റബ്ബറിൻ്റെ വില കുറയുമെങ്കിലും പക്ഷേ കൂടുന്ന കൂലി ഒരിക്കലും കുറയുന്നില്ല. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 40 രൂപ മുതൽ 60 രൂപ വരെയും, കൊക്കോ 230 രൂപ, വെളിച്ചെണ്ണ തയ്യാർ 256 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 261 രൂപ, കൊപ്ര എടുത്തപടി 149 രൂപ, പിണ്ണാക്ക് എസ്പെല്ലർ 37 രൂപ, റോട്ടറി 40 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 698 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 688 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 718 രൂപ, ചുക്ക് ബെസ്റ്റ് 300 രൂപ, മഞ്ഞൾ സേലം 155 രൂപ, അടയ്ക്ക 390 രൂപ, കാഞ്ഞിര കുരു 1850 രൂപ, കയർ നെയ്ത് 3800 രൂപ, ജാതിക്ക തൊണ്ടൻ 300 രൂപ, തൊണ്ടില്ലാതെ പുതിയത് 580 രൂപ മുതൽ 620 രൂപ വരെ, സെക്കൻഡ് 200 രൂപ, ജാതിപത്രി ചുവപ്പ് 1500 രൂപ, ചുവപ്പ് സെക്കൻഡ് 500 രൂപ, മഞ്ഞ 1500 രൂപ, ഫ്ലവർ ചുവപ്പ് 1900 രൂപ മുതൽ 2000 രൂപ വരെ, ഫ്ലവർ മഞ്ഞ 2100 രൂപ മുതൽ 2200 രൂപ വരെ, ഗ്രാമ്പു 810 രൂപ, നാടൻ 920 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 35 രൂപ, പച്ച 33 രൂപ, പഴം 29 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 35,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 10,800 രൂപ, കുരുമുളക് വയനാടൻ 695 രൂപ, ചേട്ടൻ 685 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 4000 രൂപ, ഏലം ഉണക്ക കിലോ 2450 രൂപ മുതൽ 2900 രൂപ വരെയും, നെല്ല് കിൻഡൽ 2500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 2800 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു.